എൻ്റെ പേര് ഫിലിപ്പ്, ഇതെൻ്റെ ഭാര്യ ജോസ്ന, കൊച്ച് ഇവ. ആദ്യം തന്നെ ഈശോയോടും മാതാവിനോടും ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങൾക്കും സാധിച്ചു തന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ വരുന്നത് കോട്ടയം എരുമേലി പാണാലാവ് ഇടവയിൽ നിന്നാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഇവിടെ വരുന്നത് എൻ്റെ അമ്മയാണ് എന്നെ കൂട്ടിക്കൊണ്ട് വരുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും, മുന്നോട്ട് പോവില്ല, ജീവിതം മുന്നോട്ട് പോവില്ല എന്നൊരു അവസരത്തിൽ, ജീവിതം അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യം എൻ്റെ അമ്മയാണ് എന്നോട് കൂട്ടിയിട്ട് വരുന്നത്. ആദ്യം വരുമ്പോൾ എനിക്ക് ഇവിടെ വലിയ വിശ്വാസത്തോടെയല്ല ഞാനിവിടെ വന്നപ്പോൾ ഇവിടെയുള്ള സാക്ഷ്യങ്ങളും ഇവിടുത്തെ ജനങ്ങളും എത്രത്തോളം വിശ്വാസത്തോടെയാണ് ഇവിടെ കടന്നു വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ വന്ന അന്ന് ഉടമ്പടി എടുത്തു. 6 കാര്യങ്ങൾ ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുന്നു. 2023 10-ാം മാസം 7-ാം ദിവസമാണ് ഞാനിവിടെ വരുന്നത്. ആദ്യം തന്നെ ഉടമ്പടിയിൽ ഞാൻ വെച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ്. എൻ്റെ കുഞ്ഞ് 2021 ഉണ്ടായത്. ഉണ്ടായപ്പോൾ പ്രസവ സംബന്ധമായ ചില പ്രശ്നങ്ങൾ കാരണം ശാരീരികമായിട്ടും ബുദ്ധി വളർച്ചയിലും അവൾക്ക് മറ്റുള്ള കുട്ടികളുടെ ആ പ്രായത്തിലെത്തുവാനോ വളർച്ചയിലോ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചു, ഡോക്ടർമാരെ കാണിച്ചു, ചികിത്സ ചെയ്തു, പക്ഷെ മാറ്റങ്ങളൊന്നും കണ്ടില്ല. അങ്ങനെ ഇരിക്കെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയായി ചെയ്യുകയുണ്ടായത്. ഞങ്ങൾ എന്നും ഇവൾക്ക് നെറ്റിയിൽ തൈലം പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഇതായി കുട്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതിലപ്പുറം അവൾ മിടുക്കിയായിട്ടിരിക്കുന്നു. അവളിപ്പം അംഗൻവാടിയിൽ പോകാൻ തുടങ്ങി. കുസൃതിയുണ്ട്, കാര്യങ്ങളുണ്ട്. മുമ്പ് ഇതിനൊന്നും ഇല്ലായിരുന്നു. കുട്ടി കളിക്കുകയില്ല, ചിരിക്കുകയില്ല, ഒന്നും ചെയ്യില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു 10 വർഷത്തോളം മദ്യപാനിയായിരുന്നു. മദ്യം കഴിക്കുമായിരുന്നു. ജോലിയിലും എന്നെ അത് ഒരുപാട് പ്രശ്നങ്ങൾ ബാധിച്ചു. കുടുംബത്തിൽ വഴക്കുകൾ, പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായ ഒത്തിരി പ്രശ്നങ്ങൾ എനിക്കുണ്ടായി. ഞങ്ങൾ വിവാഹം കഴിച്ചൊരു വീട് വെക്കണമെന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ 2022 ഒരു വീട് പണി ആരംഭിച്ചു. തുടക്കം മുതൽ തന്നെ ഒരു 8-9 മാസത്തോളം തടസ്സങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോൺട്രാക്ടറിൻ്റെ തട്ടിപ്പ്, പിന്നെ സാമ്പത്തികം. ഞാൻ വീട് പണി തുടങ്ങിയത് 10 ലക്ഷം രൂപ കയ്യിൽ വെച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷേ തുടക്കത്തിൽ തന്നെ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. വീട് പണി അതിൻ്റെ തറ പണിതിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു 9 മാസത്തോളം. അങ്ങനെ ഇരിക്കുന്ന സമയത്തും കൂടിയാണ് ഞാനിവിടെ വന്നെത്തിയത്. ഞങ്ങൾ വീട് പണി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടുത്തെ ഉപ്പ് ഞാൻ അവിടെ കൊണ്ടുപോയി വീട് പണിയുന്ന സ്ഥലത്ത് ഇടുകയും പിന്നെ പ്രതീക്ഷിച്ചതിലും അപ്പുറം നല്ല ഭംഗിയായി കഴിഞ്ഞ ഏപ്രിൽ ഞങ്ങൾക്ക് വീട് പണി പൂർത്തിയായി. സുന്ദരമായൊരു ഭവനം തന്നെ ദൈവം ഞങ്ങൾക്ക് തന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മദ്യപാനവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ഫാമിലിയുമായിട്ടെല്ലാം ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഞങ്ങൾക്ക് കുടുംബത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത സ്ഥിതിയിൽ ചെറിയ പ്രശ്നങ്ങൾ വലുതായി. അങ്ങനെ ഇരിക്കുമ്പോഴും അതും ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനയിലൂടെ വലിയൊരു സഹായം ചെയ്തു. ഇപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നു. ആത്മീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്നത് സൗദിയിലാണ്. അപ്പം അവിടുത്തെ നമുക്ക് ബൈബിൾ കൊണ്ടുപോകാൻ അങ്ങനെ അധികം പ്രാർത്ഥിക്കാനൊക്കെ പുറത്ത് പറ്റില്ല, റൂമുകളിൽ വെച്ച് പ്രാർത്ഥിക്കുക. അപ്പം പള്ളിയില്ല. അപ്പം ഓൺലൈൻ വഴിയായിട്ട് കുർബാന കാണുകയും അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജോലി നഷ്ടപ്പെടും എന്നുള്ള സാഹചര്യത്തിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ഇരിക്കെ എന്നും ഇവിടുന്ന് കിട്ടിയ ഉപ്പും തൈലവും ഞാൻ നെറ്റിയിൽ പുരട്ടുകയൊക്കെ ചെയ്യും. ജോലി നഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടുകയും ഇപ്പം നല്ല രീതിയിൽ ജോലി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ തമ്മിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ പിരിയുമെന്നൊരവസ്ഥ വരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപാട് പ്രശ്നങ്ങൾ, ഫാമിലി പ്രശ്നം, മദ്യപാനം, അങ്ങനെ എല്ലാം കൊണ്ട് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത അന്ന് മുതൽ മദ്യപാനം നിർത്തി. ഇതുവരെ ഞാൻ മദ്യം കഴിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരികയും ഇപ്പോൾ സന്തോഷപൂർണ്ണമായിട്ട് ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ദൈവത്തിന് ഒരുപാട് നന്ദി. യേശുവേ സ്തുതി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഐസായ 41:10. ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കുകയും വിജയകരമായ വലതു കൈകൊണ്ട് നിന്നെ താങ്ങി നിർത്തുമെന്നാണ് നാം കേട്ട ഐസായ 41:10 നമ്മൾ കേട്ടത്. ഫിലിപ്പ് വർഗീസ് എന്ന മകൻ്റെ ഉടമ്പടി സാക്ഷ്യ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയുടെ അരികിൽ വന്നുള്ള അനുഭവമാണ്. പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. മകളുടെ അസുഖം വന്നപ്പോൾ
സ്വന്തം അമ്മ പറഞ്ഞു കൃപാസനത്തിൽ പോകാമെന്ന്. ഇവിടെ വന്നു. അമ്മയുടെ നിർബന്ധപ്രകാരം ഇവിടെ വന്നപ്പോൾ ഇവിടെ കണ്ണീരോടെ കാത്തിരിക്കുന്ന ഒരു പറ്റം ജനങ്ങളെയാണ് കണ്ടത്. അവരുടെ വിശ്വാസവും അവരുടെ പ്രാർത്ഥനയും കണ്ടപ്പോൾ ഫിലിപ്പ് എന്ന മകനും ഉടമ്പടി എടുക്കാനുള്ള ആഗ്രഹമായി. ഈശോ ഇവിടെ വന്ന് കാല് വെച്ചപ്പം തന്നെ ഈ മകനെ തൊട്ട് പരിപാലിക്കുന്നതായിട്ടാണ്, താങ്ങി നിർത്തുന്നതാണ് നാം കാണുന്നത്. 10 വർഷം മദ്യപാനം ഒരു ശീലമായിരുന്നു ഈ മകനാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അന്നു മുതൽ ഇന്ന് വരെ, ഇപ്പോൾ 2.5 വർഷമായി, ഇന്ന് വരെ ഈ മകൻ മദ്യം തൊട്ടിട്ടില്ല. ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഈ മകൻ ഇവിടെ കാല് വെച്ചപ്പം തന്നെ ഈ മകൻ്റെ ജീവിതത്തിലേക്ക് ഒന്നും പേടിക്കണ്ട എന്ന ഒരു വചനവുമായാണ് ശക്തിപ്പെടുത്തുന്ന ദൈവം, സഹായിക്കുന്ന ദൈവം, വലതു കൈകൊണ്ട് താങ്ങി നിർത്തുന്ന ദൈവം, സംരക്ഷിക്കുന്ന അമ്മ ചേർന്ന് നിന്ന് ഈ മകനെ ഒരു വലിയ ആത്മീയ ജീവിതത്തിലേക്കാണ് നയിച്ചത്. മകളുടെ ശാരീരികവും ബുദ്ധിപരവുമായ പ്രശ്നങ്ങൾ നിമിത്തം ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. പിന്നീട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചപ്പോഴാണ് മകൾക്കും വളരെ പ്രോഗ്രസ് ആയത്. ഈശോയുടെ അമ്മയുടെയും സാന്നിധ്യവും ഇവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 8 മാസം തടസ്സമായി കടന്ന വീടിൻ്റെ പണികളും ഉടമ്പടി എടുത്ത ശേഷം അന്നേരെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ, ടൈം ഷോർട്ടനിൻ്റെ അമ്മ നല്ലൊരു വീട് നൽകി ഇവരെ അനുഗ്രഹിച്ചു. ഇവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുന്നത് ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം അതിന് മുൻപും അതിന് പിൻപുമുള്ള ഒരു വലിയൊരു മാറ്റമാണ്. ഈ മകൻ പറഞ്ഞതുപോലെ പല കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ജോലിയിലും പ്രശ്നങ്ങളായിരുന്നു, ജോലി പോകുമെന്ന് വരെ കരുതി. പക്ഷേ ഉടമ്പടി ചെയ്തതിന് ശേഷം ജോലിയിൽ ഒരു നല്ല പ്രൊമോഷനാണ് ഈ മകന് കിട്ടിയത്. പിന്നീടുള്ളത് കുടുംബജീവിതത്തിലായിരുന്നു. ഉടമ്പടി നിബന്ധന പ്രകാരം മറ്റുള്ളവരോട് ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുമ്പോഴാണ് ഈശോയും അമ്മയ്ക്കും കടന്നു ചെല്ലാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നത്. ഈ മക്കളുടെ ജീവിതത്തിലും അവരുടെ കുടുംബജീവിതത്തിലും വലിയ ഒരു മാറ്റമാണ് ഉടമ്പടി ജീവിതത്തിൽ നിന്ന് ഇവർക്ക് ലഭിച്ചത്. നഷ്ടപ്പെടുമെന്ന് തോന്നിയ പലതും, ജോലിയും നല്ലൊരു കുടുംബജീവിതവും പല ബന്ധങ്ങളും നഷ്ടപ്പെടുമെന്ന് കരുതിയപ്പോഴും ഈശോയും അമ്മയും വലത് കരം പിടിച്ച് ഇവരെ താങ്ങി നിർത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഉടമ്പടി ജീവിതത്തിൽ ദൈവം നമ്മുടെ രക്ഷകനും കാത്തുപരിപാലകനുമാണ്. നമുക്കൊന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ മെറിറ്റ് പോകുമ്പോൾ ഉടമ്പടി വഴി നമ്മൾക്ക് മെറിറ്റ് തരുന്ന ഒരു ദൈവമാണ്, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. പ്രശ്നങ്ങൾ നേരിടാൻ ദൈവം സജീവമായി നമ്മളോട് ചേരുന്ന, നമ്മളോട് ഇടപെടുന്ന ഒരു ദൈവമാണ് ഈ ആലയത്തിലുള്ളത്. ദൈവത്തിൻ്റെ ശക്തിയുള്ള കരങ്ങൾ നമ്മളെയും താങ്ങി നിർത്തട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഭയമില്ലാതെ ദൈവസന്നിധിയിൽ നമുക്ക് ഉറച്ച് വിശ്വസിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഫിലിപ്പ് വർഗീസ് എന്ന മകനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ദൈവമേ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.